ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോംസ് ആണ് ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ചെന്നൈയിൽ ഒരു ലോക്കൽ ട്രെയിനിലാണ് നിൽക്കുന്നത്. ലോക്കൽ ട്രെയിനിൽ നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. ലോക്കൽ ട്രെയിനിൽ ഞാനിപ്പോൾ താമ്പരത്തു നിന്ന് ചെന്നൈ സെൻട്രലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ചെന്നൈ എഗ്മോർ സ്റ്റേഷനിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. 4 മണിക്ക് ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം AC സൂപ്പർ ഫാസ്റ്റിന് ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. സമയം ഇപ്പോൾ തന്നെ 3:35. നമ്മളിപ്പോൾ ജസ്റ്റ് എഗ്മോർ സ്റ്റേഷനിൽ നിന്ന് വിട്ടിട്ടുള്ളൂ. അടുത്ത സ്റ്റേഷനെ പാർക്ക് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വേണം നമുക്ക് ചെന്നൈ സെൻട്രലിലേക്ക് പോകാൻ. ആ കാണുന്നത് ചെന്നൈ എഗ്മോറിനും പാർക്കിനും ഇടയിൽ ക്വാഡ്രൂപ്ലിങ്ങിൻ്റെ വർക്കാണ്. കാണുന്ന പാർക്കിൽ പുതിയ പ്ലാറ്റ്ഫോമാണ് തോന്നുന്നു. അവിടെ പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. ഞാൻ പ്ലാറ്റ്ഫോം ഉണ്ടാവുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പുതിയ പ്ലാറ്റ്ഫോമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മളങ്ങനെ ചെന്നൈ പാർക്ക് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി നമുക്ക് ചെന്നൈ സെൻട്രലിലേക്ക് പോകണം. സമയം ഇപ്പോൾ 3:38. ഈ ട്രെയിനിയുടെ 3:33 വരേണ്ടതാണ്. 5 മിനിറ്റ് ലേറ്റാണ്. 38. അതായത് നമുക്കിനി 22 മിനിറ്റും കൂടെ ഉണ്ട് നമ്മുടെ ട്രെയിൻ പുറപ്പെടാൻ. ഈ 22 മിനിറ്റ് കൊണ്ട് നമ്മളിവിടുന്ന് റോഡ് കടന്ന് അപ്പുറത്തെ സൈഡിൽ കയറി ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിലെത്തി നമ്മുടെ ട്രെയിനിൽ കയറണം. പിന്നെ റെയിൽവേ ടൈം പ്രകാരം 37 ആയിട്ടുള്ളൂ. എൻ്റെ ഫോണിൽ 38. ഇതങ്ങ് ദൂരെ കാണുന്നതാണ് സെൻട്രൽ സ്റ്റേഷൻ. നമുക്ക് ഈ അണ്ടർപാസ് വഴി പോകണം. അണ്ടർപാസ് വഴി പോയി അപ്പുറത്തെ സൈഡിൽ പോകണം. അപ്പുറത്ത് കാണുന്ന വലിയ ബിൽഡിങ് സബർബൻ ടെർമിനൽ ബിൽഡിംഗ് ആണ്. റൈറ്റ് സൈഡിലാണ് പുരക്ഷി തലവർ ഡോക്ടർ MGR ചെന്നൈ സെൻട്രൽ. ഇത് ചെന്നൈ മെട്രോ വന്നപ്പോൾ റിനോവേറ്റ് ചെയ്തെടുത്ത ഒരു അണ്ടർപാസാണത്. അവിടെയുള്ള മദ്രാസ് കോഫി ഹൗസിന് നല്ല അടിപൊളി കാപ്പി കിട്ടും. പക്ഷേ നമുക്ക് സമയമില്ല. എസ്കലേറ്ററിലെ തിരക്കും അപ്പുറത്തെ പടിയിലെ തിരക്കും കണ്ടോ. ഞാനും എസ്കലേറ്ററിന് തന്നെയാണ്. ദൂരെ കാണുന്ന ഇൻഡോ സാർസനിക് സ്റ്റൈൽ ബിൽഡിംഗ്, റെഡ് കളർ ബിൽഡിംഗ് ആണ് ചെന്നൈ സെൻട്രൽ സ്റ്റേഷൻ. നിങ്ങൾക്കറിയാവുന്നതാണ്. നമ്മൾ പല പ്രാവശ്യം നമ്മുടെ ഈ ചാനലിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഈ കോമൺ ഏരിയയുടെ പേര് സെൻട്രൽ സ്ക്വയർ എന്നാണ്. നമ്മൾ ഈ സെൻട്രൽ സ്ക്വയർ വഴി നടന്ന് അങ്ങേ അറ്റം വരെ എത്തിയിട്ട് ഇടയ്ക്കുന്ന് പ്രോബ്ലം നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 10-11 തന്നെ ഉണ്ടാവും. നമുക്ക് 11 എൻട്രൻസ് വഴി നേരെ കയറാം. അവിടെ തന്നെ കാണുമായിരിക്കും ഇപ്പോൾ നമ്മുടെ ട്രെയിൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താമ്പരത്ത് എനിക്ക് കുറച്ച് ഒഫീഷ്യൽ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വർക്ക് കഴിഞ്ഞ് ഇറങ്ങാൻ ലേറ്റായി. താമ്പരത്ത് ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ 2:20 കഴിഞ്ഞിരുന്നു. പിന്നെ ഓടി വന്ന ലോക്കൽ ട്രെയിൻ കിട്ടി. ആ ലോക്കൽ ട്രെയിൻ ഇവിടെ എത്തി. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക് 4 മണിയുടെ വണ്ടി കിട്ടുമോ എന്നുള്ളത്. എൻ്റെ അടുത്ത ട്രെയിനിൻ്റെ കറണ്ട് റിസർവേഷൻ സ്റ്റാറ്റസ് ഞാൻ നോക്കി വെച്ചായിരുന്നു, ജസ്റ്റ് ഇൻ കേസ് ഇത് കിട്ടിയില്ലെങ്കിൽ അതിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിലെ റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റ്. റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റ് 1-2 വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇതിനെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തു തന്നു. പക്ഷേ ഞാൻ ഇതുവരെ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് ഓടാം. അപ്പോൾ അതേപോലെ ഇവിടെ ഡിസ്പ്ലേ ബോർഡിൽ അവർ ബിസിയാണ്, പരസ്യം കാണിക്കുകയാണ്. ട്രെയിൻ ഇൻഫർമേഷൻ കാണിക്കേണ്ട സ്ഥാനത്ത് അവർ പരസ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഡിസ്പ്ലേ ബോർഡിൽ നമ്മുടെ ട്രെയിൻ കാണിക്കുന്നുണ്ടായിരുന്നു. 2207 പ്ലാറ്റ്ഫോം നമ്പർ 11. അതായത് ഈ ലെഫ്റ്റ് കാണുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ്. ആദ്യം നമ്മൾ കയറിയുള്ള പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ഇതിനങ്ങോട്ട് കൊണ്ടുവന്ന തണ്ടയാർപേട്ടനെ ലോക്കോ ഇവിടെ കിടക്കുന്നുള്ളൂ. ഇപ്പോഴും WD6 ആണ്. പെയിൻ്റൊക്കെ മാഞ്ഞു പോയതിൻ്റെ. ഇതായിരുന്നു ലോക്കോ 36512. ഞാൻ റേക്കിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ കിടക്കുന്നതാണ് നമ്മുടെ ട്രെയിൻ. എൻ്റെ കോച്ച് B8 ആണ്. B8 എന്ന് പറയുന്നത് ഏറ്റവും ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നടന്ന് നമ്മുടെ കോച്ചിനകത്ത് എത്താറേ. നേരത്തെ വല്ല B8 ആണ് നമ്മുടെ കോച്ച്. ഇപ്പോൾ B7 വരെ എത്തി. മൊത്തം 9
AC 3 ടയറും 2 AC 2 ടയറും ഒരു ഫസ്റ്റ് AC. അപ്പോൾ 11ഉം 2 ജനറേറ്ററും. ഇത് നമ്മുടെ കോച്ച് 195438. ഇപ്പോൾ ലോക്കോ കണ്ടിട്ട് വരാം. മൊത്തം 15 കോച്ചാണ് ട്രെയിനിൻ്റെ ലോഡ്. 15 കോച്ചും ഒരു വാപ്പ് 7 ആണ് പവർ. അപ്പോൾ ലോക്കോ കണ്ടിട്ട് തിരിച്ച് വന്നിട്ട് നമ്മുടെ കോച്ചിലേക്ക് കയറാം. റോയപുരത്തിന് 30331 വാപ്പ് 7 ആണ് നമ്മുടെ ലോക്കോ. HOG കേപ്പബിൾ ലോക്കോ ആണ്. ലോക്കോ റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റിൽ താഴെ കൂടി സമയമുണ്ട്. ഇനി കൃത്യം 10 മിനിറ്റ് ഉണ്ട്. സമയം 3:50 10 മിനിറ്റ് കൂടി ഉണ്ട്. നമുക്കെന്നാൽ തിരിച്ച് നടന്ന് നമ്മുടെ കോച്ചിന് അങ്ങോട്ട് പോകാം. നമ്മുടെ കോച്ച് ലോക്കോയിൽ നിന്ന് മൂന്നാമത്തെ കോച്ചാണ് B8. നമ്മുടെ നിൽക്കുന്ന TT. AC എക്സ്പ്രസ് എന്ന് പറയുന്നത് ശരിക്കും ചെന്നൈ തിരുവനന്തപുരം ദുരന്തോ എക്സ്പ്രസ് ആയിട്ടാണ് തുടക്കം. പക്ഷേ തിരക്ക് തീരെ കുറവായിരുന്നു. കാരണം ചെന്നൈ വിട്ട് കഴിഞ്ഞാൽ തിരുവനന്തപുരം വരുന്ന കമേഴ്ഷ്യൽ ഹോൾട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ തീരെ തിരക്കില്ലാണ്ടായപ്പോൾ ഈ വണ്ടി പിന്നീട് ഒരു AC എക്സ്പ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്യായിരുന്നു. പിന്നിപ്പോൾ ഇത് MGR ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം AC എക്സ്പ്രസ് ആണ്. 22207 എന്നുള്ളതാണ് ട്രെയിനിൻ്റെ നമ്പർ. ഈ ട്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 9 AC 3 ടയർ കോച്ചുകളും 2 AC 2 ടയർ കോച്ചുകളും ഒരു ഫസ്റ്റ് AC കോച്ചുമാണുള്ളത്. മൊത്തം അങ്ങനെ നോക്കുകയാണെങ്കിൽ 12 യാത്രാ കോച്ചുകൾ, ഒരു പാൻട്രി കാറും 2 ജനറൽ കമ്പാർട്ട്മെൻറ്റുകളും ആണ് ഈ ട്രെയിനുള്ളത്. അങ്ങനെ മൊത്തം 15 കോച്ചുകളാണ് ഈ ട്രെയിനിൽ നിലവിലുള്ളത്. ഈ ട്രെയിനിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇതിന് ചാർജ് അല്പം കൂടുതലാണ്. അതുകൂടാതെ ഇതിന് ഡൈനാമിക് പ്രൈസിംഗ് ഉണ്ട്. അപ്പോൾ ടിക്കറ്റുകൾ വിറ്റ് തീരുന്നതനുസരിച്ച് ഇതിന് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ ബുക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഏകദേശം 200 രൂപ എടുത്ത് ഡൈനാമിക് പ്രൈസിംഗ് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൽ പൊതുവേ തിരക്ക് കുറവാണ്. പൊതുവെ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ വളരെ എളുപ്പമുള്ളൊരു ട്രെയിനാണിത്. ഈ ട്രെയിൻ ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് ചൊവ്വാഴ്ചകളിലും അതുപോലെ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലുമാണ് ഈ ട്രെയിൻ കേരളത്തിലേക്ക് പോകുന്നത്. തിരിച്ച് എനിക്കൊന്ന് ബുധനാഴ്ചയും ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു. ശനിയാഴ്ചയാണോ അതോ ഞായറാഴ്ചയാണോ എന്നറിയില്ല. ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു. അത് ഞാൻ നോക്കിയിട്ട് താഴെ ഞാൻ കമൻ്റായിട്ട് ഇടാം. അപ്പോൾ ആഴ്ച 2 ദിവസമാണ് ഈ ട്രെയിനിൻ്റെ സർവീസ് ഉള്ളത്. എൻ്റെ ബർത്ത് നമ്പർ 1 ആണ്. കയറി ഉടനെ ഉള്ള ഫസ്റ്റ് ലോവർ ബർത്താണ് എൻ്റെ ബർത്ത്. അപ്പോൾ നമുക്കെന്നാൽ പതുക്കെ ട്രെയിനകത്തോട്ട് കയറിയേക്കാം. കയറി ബാഗൊക്കെ വെച്ചിട്ട് നമുക്ക് തിരിച്ച് ഡിപ്പാർച്ചർ ക്യാപ്ചർ ഡോറിനടുത്തേക്ക് വരാം. തൊട്ടപ്പുറത്തുനിന്ന് ചെന്നൈ സെൻട്രൽ ലോക്മാന്യ തിലക് ടെർമിനസ് മുംബൈ വീക്കിലി എക്സ്പ്രസ് പുറപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ ഒരുവിധം സക്സസ്ഫുള്ളി നമുക്ക് ട്രെയിൻ കിട്ടി. ട്രെയിനിൽ കയറി ജസ്റ്റ് ബാഗൊക്കെ വെച്ചൊന്ന് പുറത്തേക്ക് വന്നു. നമ്മൾ പുറപ്പെടാറായിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ സമയം 3:54 അപ്പോൾ നമ്മൾ പുറപ്പെടാൻ ഇനി ഒരു 6 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. ശബരിമല സീസണുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്. എന്നാലും വണ്ടി ഫുള്ളല്ല. ഇന്നത്തെ ട്രിപ്പിന് ഏകദേശം 190-നടുത്ത് കാലി സീറ്റുകൾ ഞാൻ കറണ്ട് റിസർവേഷൻ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ അത് മെയിൻ കാരണം എന്ന് പറയുന്നത് ഡൈനാമിക് പ്രൈസിങ്ങും ഓൾറെഡി ചാർജ് കൂടുതലാണ്. അതിൻ്റെ കൂടെ ഡൈനാമിക് പ്രൈസിങ് കൂടി വരുമ്പോൾ ചാർജ് പിന്നെയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പുറപ്പെടാൻ ഇനി 1 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം നമ്പർ 11-ലാണ്. പ്ലാറ്റ്ഫോം നമ്പർ 11 എന്ന് പറയുന്നത് ചെന്നൈ സെൻട്രലിലെ ലോങ് ഡിസ്റ്റൻസ് ടെർമിനലിലെ ലാസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ഇത് കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം നമ്പർ 12 കിടക്കുന്നത് സബർബൻ ടെർമിനസിലാണ്. ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 12 ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന കനാലില്ലേ, ഈ നാറ്റൻ കനാൽ, ഇതാണ് ബക്കിംഗ്ഹാം കനാൽ. ഈ കനാലിൻ്റെ തൊട്ടപ്പുറത്ത് ആ ഒരു സ്കൂട്ടർ നിൽക്കുന്നതാണ്. അതിനപ്പുറത്ത് കാണുന്ന റെയിൽവേ ലൈനിൻ്റെ തൊട്ടടുത്തുള്ള പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോം നമ്പർ 12. അപ്പോൾ അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 12 മുതൽ പ്ലാറ്റ്ഫോം നമ്പർ 16 വരെ അവിടെയാണുള്ളത്. 12, 13, 14, 15, 16, 18 വരെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. അപ്പോൾ അവിടെയാണ് അടുത്ത പ്ലാറ്റ്ഫോം കിടക്കുന്നത്. അതൊക്കെ സബർബൻ സെക്ഷനാണ്. നമുക്ക് പുറപ്പെടാനുള്ള സിഗ്നൽ ആയെന്ന് തോന്നുന്നു. നമ്മൾ പുറപ്പെടുകയെന്ന് തോന്നുന്നു. അപ്പുറത്തൊരു മെമു കയറി വരുന്നതാണ്. അതുപോലെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ അപ്പുറത്തെ സൈഡിലാണ് മെമുവും അതുപോലെ ലോക്കൽ ട്രെയിനുകളും ഹാൻഡിൽ ചെയ്യുന്ന മുഴുവൻ അവിടെയാണ്. ചെന്നൈ സെൻട്രലോട്ട് വരുന്ന കുറേ മെമൂസ് ഉണ്ട്. ബിത്രഗുണ്ട, അതുപോലെ തിരുപ്പതിയിലോട്ട് പോകുന്ന മെമു ഉണ്ട്. അതുപോലെ അരക്കോണം ഉണ്ടെന്ന് തോന്നുന്നു. അരക്കോണം മെമു ഉണ്ട്. അതുപോലെ കുറച്ച് മെമു സർവീസുകളുണ്ട്. ആ മെമു സർവീസുകൾ മിക്കവാറെല്ലാം അവിടെയാണ്. ഏതോ ഒരു മെമു മാത്രമാണ് ഇവിടുത്തെ ഈ പ്ലാറ്റ്ഫോം, ഈ ലോങ് ഡിസ്റ്റൻസ് ടെർമിനലിലെ പ്ലാറ്റ്ഫോം വരുന്നത്. ബാക്കിയെല്ലാം സബർബൻ ടെർമിനസിലാണ് പോകുന്നത്. സബർബൻ ടെർമിനസിൻ്റെ കോഡ് ശരിക്കും സെപ്പറേറ്റ് ആണ്. MASS എന്നാണ് അതിൻ്റെ കോഡ്. അവിടെ നിന്നാണ് ലോക്കൽ ട്രെയിനുകളെല്ലാം പുറപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെന്നൈ സെൻട്രലിൽ നിന്ന് കൃത്യസമമായ 4 മണിക്ക് പുറപ്പെടുകയായി.
അപ്പുറത്ത് കിടക്കുന്ന ട്രെയിന് ചെന്നൈ സായ്നഗർ ഷിർദി ചെന്നൈ നഗർസോൾ എക്സ്പ്രസ് ആണ്. ഇതിൽ ഏതാ ഇന്നെന്നറിയില്ല. അത് കയറി വന്നതാണ്, ഡിപ്പാർച്ചർ അല്ല, അറൈവലായിരുന്നു തോന്നുന്നു. കാര്യം എല്ലാ കോച്ചുകളും കാലിയാണ്. അനങ്ങി തുടങ്ങിയ വണ്ടി എന്തോ കാരണത്തിൽ നിർത്തി. മേ ബി ഗാർഡ് നിർത്താൻ പറഞ്ഞതായിരിക്കും. ഇത് ചെന്നൈ നഗർസോൾ എക്സ്പ്രസ് ആണ്. നഗർസോളിൽ നിന്ന് നഗർസോൾ ചെന്നൈ എക്സ്പ്രസ് ആണ്. നഗർസോൾ എന്ന് പറയുന്നത് സായ്നഗർ ഷിർഡിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്. ഞാൻ നേരത്തെ നമ്മൾ അറൈവലായിരുന്നു. കാര്യം റേക്കിനെ പുറത്ത് കൊണ്ടുപോകാനായിട്ട് അവർ ജസ്റ്റ് ഇപ്പോഴത്തെ ലോക്കോ വന്നിട്ടുണ്ട്. ഷണ്ടിങ് അല്ല, ലഗേജ് കൊണ്ട് നടക്കുന്ന ചേട്ടന് ഒരു ഹായ് പറഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. അവിടെ ഒരു എക്സ് എറണാകുളം WDJ3A 13451 ഒരു റേക്കിനെ ഷണ്ട് ചെയ്യുന്നുണ്ട്. ചെന്നൈ സെൻട്രൽ ജയ്പൂർ എക്സ്പ്രസിൻ്റെ റേക്കാണത്. ഇവിടെ റൈറ്റ് സൈഡിലോട്ടാണ് ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ യാർഡ്, കോച്ച് മെയിൻ്റനൻസ് യാർഡ്. ഇപ്പോൾ ഈ പർട്ടിക്കുലർ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ട്രെയിനൊക്കെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തതാണ്. ചെന്നൈ സെൻട്രലോട്ട് കയറാനുള്ള ഒരു EMU നിൽക്കുന്നുണ്ട്. ഇത് സുളൂർപേട്ട സൈഡിൽ നിന്ന് വരുന്ന EMU ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് ബേസൻ ബ്രിഡ്ജിലുള്ള ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്. ചെന്നൈ സെൻട്രലിൽ വരുന്ന ലോക്കോസിനൊക്കെ ഇവിടെയാണ് വന്ന് ട്രിപ്പ് ഷെഡ്യൂൾ ചെയ്യുന്നത്. അതാണ് ട്രിപ്പ് ഷെഡ്. ട്രിപ്പ് ഷെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡ്യൂട്ടികൾക്കിടയ്ക്ക് ലോക്കോസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഒരു നിശ്ചിത ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ നിശ്ചിത കിലോമീറ്ററുകൾ കഴിയുമ്പോൾ ഈ ലോക്കോസ് എല്ലാം ട്രിപ്പ് ഷെഡിൽ വന്നിട്ട് മൊത്തത്തിലൊരു ചെക്കപ്പ് ചെയ്തിട്ടാണ് വീണ്ടും ഒരു സർവീസിന് പോകുന്നത്. അതിനാണ് ട്രിപ്പ് ഷെഡുകൾ ഉപയോഗിക്കുന്നത്. എല്ലാ ട്രിപ്പ് കഴിയുമ്പോഴും ഈ ലോക്കോകൾ അവരെ ലോക്കോ ഷെഡിലേക്ക് തിരിച്ചു പോകില്ല. പകരം ട്രിപ്പ് ഷെഡുകളിലാണ് ഇവരുടെ അറ്റൻഷനും ഇവരുടെ മെയിൻ്റനൻസ് വർക്കുകൾ പകുതി കൂടുതൽ നടക്കുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് കയറാണ്. ബേസിൻ ബ്രിഡ്ജിൽ നിന്നാണ് അരക്കോണം സൈഡിലേക്കും സുളൂർപേട്ട സൈഡിലേക്കുള്ള ലൈനുകൾ തിരിഞ്ഞു പോകുന്നത്. നമ്മൾ അരക്കോണം സൈഡ് ലൈനിലേക്കാണ് പോവുക. സുളൂർപേട്ടിലേക്ക് റൈറ്റിലേക്ക് ഒരു ലൈൻ തിരിഞ്ഞു പോകും. ആ ലൈൻ വഴിയാണ് നമ്മുടെ ഈ വിജയവാഡ സൈഡിലേക്കുള്ള ട്രെയിനുകളൊക്കെ പോകുന്നത്. ഇതോടെ റൈറ്റിലോട്ടൊരു ലൈൻ തിരിഞ്ഞു പോകുന്ന കാണാം. അതാണ് സുളൂർപേട്ട സൈഡിലോട്ടുള്ള ലൈന്. അങ്ങോട്ട് പോകുന്നതാണ് സുളൂർപേട്ട ലൈന്. നമ്മൾ ആ ലൈൻ വഴി ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അധികം താമസിയാതെ. നമ്മുടെ ടിക്കറ്റ് കൺഫേം ആവുകയാണെങ്കിൽ മിക്കവാറും അധികം താമസിയാതെ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ആ ട്രിപ്പ് നമുക്കുണ്ടാവും.
ഈ ട്രെയിനിൽ ഫുഡ് ഇൻക്ലൂഡാണ് പ്രൈസിൽ. കയറണ ആദ്യം തന്നെ വെള്ളം തന്നു. സെറ്റ് വന്നിട്ടുണ്ട്. വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സ് വന്നിട്ടുണ്ട്. ഈവനിങ് സ്നാക്സ് വന്നിട്ടുണ്ട്. ഈവനിങ് സ്നാക്സ് ആയിട്ട് സാൻഡ്വിച്ചും അങ്ങനെ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. മീൻ വയൽ നമ്മൾ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതുപുത്തൻ വന്ദേ ഭാരത് റേക്ക് കിടക്കുന്നു ഇവിടെ. 20 കാർ റേക്കാന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്സ് വന്നിരിക്കുന്നത്. ചിവട ഉണ്ട്, പീനട്ട് ചിക്കി ഉണ്ട്, തീരവടയാണെന്ന് പൊട്ടും പൊട്ടും പൊടിഞ്ഞു പോയി. പിന്നെ സാൻഡ്വിച്ച് ഉണ്ട്, കുറച്ച് കെച്ചപ്പ് ഉണ്ട്. ക്യാരറ്റിൻ്റെ ഫില്ലിംഗ് ആണെന്ന് തോന്നുന്നു. IRCTC ഇതിൻ്റെ ബൾക്ക് കോൺട്രാക്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഈ ബിക്കാജിയുടെ ലൈറ്റ് ചിവിടയാണ് കൊടുക്കുന്നത്. ഈ ലൈറ്റ് ചിവിട എന്ന് പറയുന്നത് അവലും കോൺഫ്ലേക്സും കടലയും കൂടി ഇട്ടിട്ടുള്ളൊരു സാധനമാണ്. ലൈറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം ഇവർ പറയുന്നത് ഇതിനകത്ത് എണ്ണ കുറവാണെന്നാണ്. അപ്പോൾ വൈകുന്നേരത്തെ കാപ്പി വന്നു. ചായയൊക്കെ വരെ ഞാൻ കോഫി മേടിച്ചു. ചായ മറ്റേ പ്രീമിക്സ് ആയിരുന്നു. ഞാൻ കോഫി മേടിച്ചപ്പോൾ കോഫി കിറ്റും തന്നു, ചൂട് വെള്ളവും തന്നു. ഉണ്ടായിരുന്നത് ഒരു കോണ്ടിനെൻ്റലിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി, പഞ്ചസാര, പിന്നെ ഡയറി ക്രീമർ, വൈറ്റ്നർ, പിന്നെ പുറത്തത് അടക്കാനുള്ള വഴി. ഇതൊക്കെയാണ് കോഫി കിറ്റിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഏകദേശം അരക്കോണം എത്താറായി. നമ്മുടെ ട്രാക്ക് ചേഞ്ചിങ് പോയിൻ്റ് എത്തി. ഇന്നെങ്കിലും ഒരു ഹൈ സ്പീഡ് അരക്കോണം സ്കിപ്പ് കിട്ടിയ കൊള്ളായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഡൗൺ സ്ലോ ലൈനിലേക്ക് കയറി. ഇനിയിപ്പോൾ ഈ ലൈനാണ് അരക്കോണത്ത് നിന്ന് അങ്ങോട്ട് നമ്മുടെ മെയിൻ ലൈൻ ആവുക. ആകെ 15 കോച്ചുള്ള റേക്കാണ്ട് വളരെ പെട്ടെന്ന് നമ്മൾ ലൈന് പാസ് ചെയ്ത് ഇപ്പോഴത്തെ മെയിൻ ലൈനോട് കയറി. ഇനിയിപ്പോൾ വെടിക്കെട്ടാനുള്ള സമയമാണ്. കഴിഞ്ഞ വർഷം ശതാബ്ദിക്ക് പോയപ്പോൾ ഇതുപോലെ വന്ന് പക്ഷേ അരക്കോണം ഔട്ടറിൽ നമ്മളെ കുറച്ച് പിടിച്ചിട്ടു. അതുകൊണ്ട് നമുക്ക് അരക്കോണം വളരെ പതുക്കെ സ്ലോ സ്കിപ്പായിരുന്നു. ഇന്നെങ്കിലും അരക്കോണം ഫുൾ സ്പീഡിൽ സ്കിപ്പ് ചെയ്യാൻ നോക്കുന്ന കാണാം. ഈ ഒരു പ്രദേശം നല്ല ഭംഗിയുള്ള പ്രദേശമാണ്. ഇവിടെ വയലുകളാണ്. വയലുകളും ഇത് വയലാണോ ഇത് വെള്ളം കെട്ടിക്കിടക്കുന്ന ടാങ്കോ കുളമല്ലോ ആണോ എന്നറിയില്ല. അപ്പോഴത്തൊക്കെ വയലുകളായിരുന്നു. നല്ല ഭംഗിയുള്ള പ്രദേശമാണ് ഈ അരക്കോണം ഏരിയ എന്ന് പറയുന്നത്.
നമ്മുടെ യാത്രയിൽ ഒരുപാടൊന്നും പകൽ വെളിച്ചത്തിൽ കാണിക്കാനില്ല. നമ്മൾ ചെന്നൈ 4 മണിക്കാണ് വിടുന്നത്. ചെന്നൈയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഏകദേശം കാട്ട്പാടി കഴിയുന്നവരെ പകൽ വെളിച്ചമൊക്കെ ഉണ്ടാവും. കാട്ട്പാടി 5:45 അപ്പോൾ കാട്ട്പാടി വിടുന്നവരെ പകൽ വെളിച്ചം ഉണ്ടാവും. കാട്ട്പാടി കഴിയുമ്പോൾ പതുക്കെ ഇരുട്ടി തുടങ്ങും. ചെറുതായിട്ട് ബ്രേക്ക് പിടിക്കുന്നുണ്ട്. ഫുൾ സ്പീഡ് സ്കിപ്പ് അപ്പ് ഇന്നും ഉണ്ടാവില്ല. നമ്മൾ മോസൂർ സ്റ്റേഷനെത്തി. ബ്രേക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ സ്പീഡിൽ എന്തായാലും സ്കിപ്പ് ഉണ്ടാവില്ല. പതുക്കെ ആയിരിക്കും ഇപ്പോൾ ഇന്ന് സ്കിപ്പ്. ആരക്കോണം സ്റ്റേഷൻ തൊട്ട് മുമ്പത്തെ സ്റ്റേഷനെ പുളിയമംഗലം എത്തി. WDM 3A 16883. ഇത് എറണാകുളത്തിന് ലോക്കമായിരുന്നു ഇതിനു മുമ്പ്. നമ്മളങ്ങനെ അരക്കോണം സ്റ്റേഷനിലോട്ട് കയറുന്നു. എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു ഹൈ സ്പീഡ് സ്കിപ്പ് അല്ലാതെങ്കിലും നല്ല അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്ന ഒരു പോക്കായിരുന്നു. കഴിഞ്ഞ വർഷം ശതാബ്ദി പോയപ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടായിരുന്നു പോയത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് മുന്നേ പുറപ്പെട്ട ചെന്നൈ LTT വീക്ക്ലി എക്സ്പ്രസ് ആണ്. ഇത് റെനിഗുണ്ട സൈഡിലോട്ട് പോവാണ്. ആയിരുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ ട്രെയിൻ ഉണ്ടായിരുന്നു. 39061 ആയിരുന്നു ലോക്കോ. അത് ഏതാ ട്രെയിൻ മനസ്സിലാക്കാൻ പറ്റിയില്ല.
അപ്പോൾ നമ്മളിപ്പോൾ മേൽപ്പാക്കം ബൈപ്പാസ് ക്യാബിൻ എത്തുന്നു. ഈ കാണുന്നതാണ് മേൽപ്പാക്കം ബൈപ്പാസ് ലൈന്. ഇതാണ് മേൽപ്പാക്കം ബൈപ്പാസ് ക്യാബിൻ. മേൽപ്പാക്കം ബൈപ്പാസ് ക്യാബിൻ അഥവാ അറക്കോണം വെസ്റ്റ് ക്യാബിൻ. ഇത് അറക്കോണത്തെ ഹണ്ടായി കാറുകളുടെ ലോഡിങ് സൈഡിങ് ആണ് ഇവിടെ. അടിപൊളി അടിപൊളി. അപ്പോൾ ഇന്ന് ഡോറിലോട്ട് വന്നത് വർത്തായി. കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റി. വളരെ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ടെന്നും. നമ്മൾ കുറച്ചധികം നേരം മലാജ റോഡ് സ്റ്റേഷൻ്റെ പുറത്ത്, കുറച്ചധികം നേരം എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റോളം മലാജ റോഡ് സ്റ്റേഷൻ്റെ ഔട്ടറിൽ കിടന്നു. ഹോം സിഗ്നലിൽ കിടന്നിട്ട് ജസ്റ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. സ്റ്റേഷനിലോട്ട് കയറ്റി അൺസ്കെഡ്യൂൾഡ് ഹോൾട്ടാന്ന് തോന്നുന്നു. അതായത് ഫ്രണ്ടിൽ ആക്ച്വലി ലാൽബാഗ് എക്സ്പ്രസ്സും ഒരു പുരൂലെ തിരുനെൽവേലി എക്സ്പ്രസ്സും പോകുന്നുണ്ട്. അപ്പോൾ അവർ സെക്ഷൻ ക്ലിയർ ആയിട്ടുണ്ടാണെന്നാണ് തോന്നുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇത് ആർക്കോട്ടിലോട്ട് പോകുന്ന ലൈനാണ്. ഇപ്പോൾ തൽക്കാലം ലൈൻ നിലവിലില്ല. ഒറിജിനലി ചെന്നൈയിൽ നിന്ന് റെയിൽവേ ലൈൻ ഇട്ടപ്പോൾ ആദ്യം ലൈൻ അങ്ങോട്ടാണ് പോയത്. ചെന്നൈയിൽ നിന്ന് ആർക്കോട്ടിലേക്കായിരുന്നു ലൈൻ. വാലാജ റോഡ് നേരെ ആർക്കോട്ടിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ ആർക്കോട്ട് ലൈൻ ഗുഡ്സ് മാത്രമേ ഉള്ളൂ, പാസഞ്ചർ സർവീസസ് ഇല്ല. ആ കാണുന്നതാണ് ആർക്കോട്ടിലോട്ട് പോകുന്ന ലൈന്. ഇവിടെയായിട്ട് നമുക്ക് ഭക്ഷണം സെർവ് ചെയ്യാനുള്ള ട്രെയും അങ്ങനെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ലീനനും ഒക്കെ ഇവിടെ തന്നെ നടപ്പുണ്ട്. ഇതാണ് നമ്മുടെ കോച്ച്. ഇന്ത്യയിലെ കോച്ച് ഫാക്ടറി ചെന്നൈ ഒക്ടോബർ 2019 വരുന്ന കോച്ചാണ്. 195438. നമ്മൾ ഈ ചെന്നൈയിലെ നാട്ടിലെ റൂട്ട് ഒരുപാട് പ്രാവശ്യം കവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് എപ്പോഴും ഈ റൂട്ടൊരു പുതുമയാണ്. MT വാഗൺസ് ആയിരുന്നു. നമ്മൾ ജസ്റ്റ് മുകുന്ദരായപുരം എത്തുന്നു.
മുകുന്ദരായപുരം സ്റ്റേഷനാണ്. അതെന്തോ ഗുഡ് സൈഡിങ് ആണ് തോന്നുന്നു പോകുന്നത്. മുകുന്ദരായപുരം സ്റ്റേഷനിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഹോം സിഗ്നൽ ഡബിൾ ആംബർ ആയിരുന്നു. കാര്യം തൊട്ട് മുന്നിലായിട്ട് പുതുവള്ളി തിരുനെൽവേലി എക്സ്പ്രസ് ഉണ്ട്. അതിൻ്റെ മുന്നിലായിട്ട് ലാൽബാഗ് എക്സ്പ്രസ് ഉണ്ട്, ചെന്നൈ ബാംഗ്ലൂർ ലാൽബാഗ് എക്സ്പ്രസ്. എന്തോ സംഭവിച്ചിട്ടുണ്ട്, ആരോ തട്ടിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പോലീസും ഒക്കെ നിൽക്കേണ്ടായിരുന്നു അവിടെ. റൺ ത്രൂ അല്ല, റൺ ഓവർ. പൊന്നൈ നദിക്ക് കുറുകെയുള്ള പാലമാണ്. ഇവിടെ സ്പീഡ് റെസ്ട്രിക്ഷൻ എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. കാട്ട്പാടിയിലോട്ട് കയറാൻ പോകുന്നു. കാട്ട്പാടി സ്റ്റേഷനിലോട്ട് എത്താൻ പോകുന്നു. ഇപ്പോൾ തന്നെ ഇരുട്ടായി തുടങ്ങി. സമയം 5:45 ഉള്ളൂ. ഇപ്പോഴേ ഇരുട്ടായി തുടങ്ങി. ഞാൻ ആക്ച്വലി ഇന്നത്തെ ടിക്കറ്റ് തൃശ്ശൂർ വരെയാണ് ഈ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഇവർ നാട്ടിലോട്ട് പോകാനൊരു ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ രാജ്യറാണിക്ക് വേണോ അതോ വേറെ വല്ല ബസ്സിന് കയറി പോകണോ എന്നുള്ളത് നോക്കുമായിരുന്നു. അപ്പോൾ ബസ്സുകളുടെയൊക്കെ റിസർവേഷൻ ഏകദേശം ക്ലോസ് ആയി. ഇപ്പോൾ രാജ്യറാണി കൂടെ നോക്കാം. നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ പാലക്കാട് ഇറങ്ങിയിട്ട് ബസ്സിന് പോയിരിക്കും. എന്തായാലും നമുക്ക് തീരുമാനിക്കാം. നമ്മൾ ജസ്റ്റ് കാട്ട്പാടിയിലോട്ട് കയറുന്നു. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ ഒരു വണ്ടി കാട്ട്പാടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ലൂപ്പിലേക്ക് കയറാൻ പോകുന്നു. മീൻവൈൽ ഇവിടെ തിരുപ്പതി ലൈനിൽ നിന്നും ഏതോ ഒരു ട്രെയിൻ വരുന്നുണ്ട്. തിരുപ്പതി ലൈനിൽ ഒരു വാപ്സവൻ ഹാളിൽ ട്രെയിൻ ഇവിടെ കിടക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഹെഡ്ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടാവും ചിലപ്പോൾ. അത് മിക്കവാറും ജയന്തി ജനത ആയിരിക്കണം. പൂനെ കന്യാകുമാരി ജയന്തി ജനത ആവാൻ സാധ്യതയുണ്ട്. കാര്യം അതിപ്പോൾ ഏകദേശം വരേണ്ട സമയമായിട്ടുണ്ട്.
ഇത് മൈസൂർ ചെന്നൈ വന്ദേ ഭാരതാണ്. സദേൺ റെയിൽവേയിലത്തെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ്. മൈസൂർ ചെന്നൈ സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഈ ട്രെയിൻ ഒരിക്കൽ യാത്ര ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടാവുമോ എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റിനനുസരിച്ച് മാത്രമേ ഞാൻ തീരുമാനം എടുക്കുള്ളൂ. മീൻവൈൽ ഇവിടെ സൈഡിങ്ങിൽ ഇവിടുത്തെ നടുക്കുള്ള ലൂപ്പ് ലൈൻ സ്റ്റേബിളിംഗ് ലൈനിൽ ഒരു സൗത്ത് സെൻട്രൽ റെയിൽവേ ഓണ്ട് മെമു കിടക്കുന്നുണ്ട്. ഇത് തിരുപ്പതി കാട്ട്പാടി ഓടുന്ന മെമു ആണ്. എനിക്കൊന്നു ട്രിപ്പ് ഇടയ്ക്കുള്ള സമയമാണ് തോന്നുന്നത്. പ്ലാറ്റ്ഫോം 2 ഡബിൾ ഡെക്കർ എക്സ്പ്രസ് വരുന്നു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോഴത്തെ പ്ലാറ്റ്ഫോം നമ്പർ 3 ഒരു മെമോ കിടക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ചെന്നൈക്കുള്ള മെമോ ആണെന്ന് തോന്നുന്നു. വെല്ലൂർ കണ്ടോൺമെൻറ്റ് ചെന്നൈ മെമോ എന്ന് തോന്നുന്നത്. നമ്മൾ ജസ്റ്റ് കാട്ട്പാടി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കാട്ട്പാടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷോർട്ട് ട്രേക്ക് ആയതുകൊണ്ട് ഫുൾ ലെങ്ത് ഓടിച്ചെല്ലാം നിർത്തുന്നത്. ഇപ്പോൾ സമയം 5:53 ആയതേ ഉള്ളൂ. ഷോർട്ട് ട്രേക്ക് ആയതുകൊണ്ട് നേരത്തെ നിർത്തും. ഇപ്പോൾ കോച്ച് പൊസിഷൻ 5 അവിടെ തന്നെ ലോക്കോ നിർത്തിയിരിക്കുകയാണ്. ഫുൾ ലെങ്ത് ഓടിയിട്ടില്ല. നമ്മൾ സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു. ഓപ്പോസിറ്റ് ലൈനിൽ ഡബിൾ ഡെക്കർ എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ സൈഡിലോട്ട് മാറി. ഇപ്പം നമ്മൾ കാട്ട്പാടിയിൽ നിന്ന് ജസ്റ്റ് പുറപ്പെടുന്നു. കാട്ട്പാടി ജംഗ്ഷനിൽ നിന്ന് നല്ല തിരക്കുണ്ട് ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോം നമ്പർ 2. ഇത് ഏത് വണ്ടികളുടെ തിരക്കാണെന്നറിയില്ല. ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം 3 ഞാൻ നേരത്തെ പറഞ്ഞ മെമു കിടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തിരുപ്പതി ലൈനിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതായിട്ട് കണ്ട ട്രെയിനിൽ ഇപ്പോൾ കയറി വന്നിട്ടുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 5. അത് കണ്ടിട്ട് പൂനെ കന്യാകുമാരിയാണെന്ന് തോന്നുന്നു. ബോർഡൊന്നും കാണാൻ പറ്റില്ല. അതേന്ന് തോന്നുന്നു. പൂനെ ജംഗ്ഷൻ പോലെ ഉണ്ട് ബോർഡുണ്ട്. ആ പ്ലാറ്റ്ഫോം നമ്പർ 4 കിടക്കുന്ന ട്രെയിൻ പുരുലിയ തിരുനെൽവേലി എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനായിരുന്നു നമ്മളെ വാലാജാറുണ്ട് അവിടെ വെച്ച് നമ്മളിട്ട് വലയിച്ചത്. ആ കിടക്കുന്നതാണ് പുരുലിയ തിരുനെൽവേലി എക്സ്പ്രസ്. അതും പുറപ്പെട്ടു. ത്രീ 9277 ആയിരുന്നു കൃഷ്ണരാജപുരത്തിൻ്റെ. KSR ബംഗളൂരു ചെന്നൈ സെൻട്രൽ ഡബിൾ ഡെക്കർ എക്സ്പ്രസ്. ആ കാണുന്നതാണ് പുരുലിയ തിരുനെൽവേലി എക്സ്പ്രസ്. പാരലൽ ഡിപ്പാർച്ചറാണ്. ആ ട്രെയിൻ ഇനി മുന്നോട്ട് പോയിട്ട് അങ്ങനെ നമ്മുടെ ലൈനിൻ്റെ മുകളിൽ കൂടെയുള്ള പാലം വഴി അങ്ങ് പോകും. അത് വിഴുപ്പുരം വഴി പോകുന്ന ട്രെയിനാണ്. തിരുവണ്ണാമല വിഴുപ്പുരം അങ്ങനെ പോകുന്ന ട്രെയിനാണത്. അരക്കോണത്തിന് 22775 ആണ് ലോക്കോ.
ഹോം സിഗ്നൽ, കാട്ട്പാടി ഹോം സിഗ്നലിൽ ഒരു വണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, കാര്യം സിഗ്നൽ പച്ചാണ്, സ്പീഡ് പിടിക്കുന്നില്ല. അമൃത് ഭാരത്താണ്, അമൃത് ഭാരത് എക്സ്പ്രസ് ആണിത്. SMVT ബംഗളൂരു മാൾഡ ടൗൺ അമൃത് ഭാരത് എക്സ്പ്രസ്. വണ്ടി SMVT പുറപ്പെട്ടിട്ടുള്ളൂ, ഇപ്പോഴേ നാശമായി കഴിഞ്ഞു. പന്ത്രണ്ട് സ്ലീപ്പർ ക്ലാസ് കമ്പാർട്ട്മെൻറ്റും ബാക്കി ജനറലും രണ്ടറ്റത്തും ലോക്കോസും ഉള്ളൊരു ട്രെയിനായിരുന്നു അത്, അമൃത് ഭാരത് എക്സ്പ്രസ്. ബാക്ക് 5 ലോക്കോ ആയിരുന്നു രണ്ടറ്റത്തും. തൊട്ടടുത്ത സിഗ്നലിൽ അടുത്ത ട്രെയിൻ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇതാണ് ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിൻ്റെ ഒരു ഗുണമാണിത്. ഇതൊരു ട്വിൻ വാഗൺ ആൻഡ് ഹോൾഡ് ഫ്രൈറ്റർ ആയിരുന്നു. ഡിന്നർ സെർവ് ചെയ്ത്, ഡിന്നർ അവർ 6:30 കാട്ട്പാടിയിൽ നിന്ന് ലോഡ് ചെയ്തിരിക്കുന്നത്. കാട്ട്പാടിയിൽ നിന്ന് കയറ്റിയ സാധനം കാട്ട്പാടി വിട്ട് അധികം താമസിയാതെ തന്നെ അവർ കൊണ്ടു തന്നു. 6:30 കഴിയുമ്പോഴേക്കും ഫുഡ് വന്നു. ഇപ്പോൾ ഡിന്നറിലുള്ളത് റൈസുണ്ട്, ദാളുണ്ട്, പനീറുണ്ട്, പിന്നെ ഒരു ഡ്രൈ വെജ് ഡിഷുണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ ഇതിൻ്റെ ഫ്രഷ്നറുണ്ട്, ഒരു മിക്സഡ് വെജിറ്റബിൾ പിക്കിളുണ്ട്, സ്പൂണുണ്ട്. ഇതെല്ലാം കൂടിയാണ് അവർ കൊണ്ടുവന്ന് തന്നത്. QR കോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. QR കോഡിൽ കാണിക്കുന്നത് ഇതാണ്, വൃന്ദാവൻ ഫുഡ് പ്രൊഡക്ട്സ് കാട്ട്പാടിയാണ് അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ആദ്യം ട്രേ വന്നപ്പോൾ ട്രേയിൽ തൈര് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ തൈരും കൂടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ജോലാർപേട്ട എത്താറായി. ജോലാർപേട്ട റൺ ത്രൂ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. നമ്മളിതിനു മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു സാധനം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം. ജോലാർപേട്ട കൂടെ റൺ ത്രൂ. ബാംഗ്ലൂരിലേക്കുള്ള ലാൽബാഗ് എക്സ്പ്രസ് ആണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ട് നമ്മൾ ജോലാർപേട്ട വഴി നിർത്താണ്ട് റൺ ത്രൂ ഞാൻ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പം എന്നാൽ നമുക്ക് ഫുഡ് കഴിച്ചേക്കാം. അപ്പം നമ്മൾ ഡിന്നർ തുറന്നിരിക്കുകയാണ്. പതിവ് പോലെ ഒരു പനീർ കറിയാണ്. അത് അക്കാര്യത്തിൽ ഒരു വ്യത്യാസവും ഇപ്രാവശ്യം വരുത്തിയിട്ടില്ല. ഇന്നലെ വന്ദേ ഭാരതിൽ യാത്ര ചെയ്തപ്പോൾ നല്ല ഫുഡായിരുന്നു. വന്ദേ ഭാരതിൽ ഒരു സോയ കറി ആയിരുന്നു ഇപ്രാവശ്യം. ഇങ്ങനെ പനീർ കറി തന്നെ, പനീർ കറിയുണ്ട്. പിന്നെ ഇവിടെ ദാളുണ്ട്. ദാളിൽ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ദാളുണ്ട്, റൈസുണ്ട്, ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറിയുണ്ട്, 2 ചപ്പാത്തി ഉണ്ട്, ഒരു തൈരുണ്ട്, പിന്നെ
പിക്കിളുണ്ട്, അതുപോലെ ഒരു മൗത്ത് ഫ്രഷ്നറുണ്ട്. ഇതൊക്കെയാണ് ഫുഡ് വന്നിരിക്കുന്നത്. ഇനി സ്വീറ്റ് അല്ലെങ്കിൽ ഐസ്ക്രീം വരണം, അത് വന്നിട്ടില്ല ഇതുവരെ. അത് അവസാനം കൊണ്ടുകൊണ്ട് വരും. എനിക്ക് തോന്നുന്നു ഈ ട്രെയിനിൽ ഹീറ്റർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും മിക്കവാറും ഒരു കാട്ട്പാടി വിട്ടോടെ തന്നെ ഫുഡ് കൊണ്ടു തന്ന കാര്യം. അല്ലെങ്കിൽ ഫുഡ് ഒരുപാട് തണുത്തു പോകും. അപ്പോൾ അത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അതുപോലെ നമ്മുടെ വാനില ഐസ്ക്രീം വന്നിട്ടുണ്ട്. വാനിലാണ്ട് വേറെ ഒരു ഫ്ലേവറും തരില്ല, ഇവർക്ക് വാശിയൊന്നും റെയിൽവേ സ്റ്റേഷൻ. എപ്പോഴും വാനിലയാണ്, അതും അമൂൽ വാനില. അപ്പോൾ അതുപോലെ ബെഡ്റോൾ പേപ്പർ പാക്കറ്റിൽ തന്നെ വന്നിരിക്കുന്ന ഇതിലെഴുതിക്കുന്ന 2 ബെഡ്ഷീറ്റ്, ഒരു ഹാൻഡ് ടവൽ ഉണ്ടെന്നാണ്. ഹാൻഡ് ടവലില്ല, 2 ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. ടവൽ സാധാരണ നമ്മൾ അറ്റൻഡറിനോട് ചോദിച്ചാൽ അറ്റൻഡർ എടുത്ത് തരും. അപ്പോൾ 2 അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ഉണ്ട്. പില്ലോ നല്ല പില്ലോണം, നല്ല കട്ടിയുടെ പില്ലോണം. പിന്നെ അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള ബ്ലാങ്കറ്റ്. നമ്മളങ്ങനെ സേലം ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 8:18 ആയതേ ഉള്ളൂ. ഇവിടെ 8:28 നമ്മൾ അറൈവൽ ടൈം. നമ്മൾ ഏകദേശം 10 മിനിറ്റ് എഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. നമ്മൾ ഏകദേശം ഫ്രണ്ടിൽ പോയി. ഇവിടെ ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കാപ്പി കുടിക്കായിരുന്നു. ഈ കടയിൽ, ഈ കാണുന്ന ഹൈനസിൻ്റെ കടയിൽ നല്ല ഫിൽറ്റർ കോഫി കിട്ടും. എട്ട് 19, അതായത് 9 മിനിറ്റ് ബിഫോർ ഷെഡ്യൂൾ നമ്മൾ വന്ന് നിന്നു. ഇനി സമയമുണ്ട് നമുക്ക്. നമ്മൾ 9 മിനിറ്റ് കൂടെ കഴിയും. 9 മിനിറ്റ് അല്ല, 11 മിനിറ്റ് കൂടെ കിടക്കും. കാര്യം ഇവിടുന്ന് 8:30 ഇവിടുന്ന് പോള് വണ്ടി. നമ്മൾ ഡിന്നർ നിങ്ങൾ ട്രെയിനിൽ നിന്ന് കഴിക്കുന്നില്ലാന്നെങ്കിൽ ഇവിടുന്ന് ഡിന്നർ മേടിക്കാം. കാര്യം കാട്ട്പാടി കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് ഇവിടെ ഉള്ളൂ സ്റ്റോപ്പ്. അപ്പോൾ നിങ്ങൾ ട്രെയിനിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്നില്ല, ട്രെയിനിലെ ഡിന്നർ നിങ്ങൾ ടിക്കറ്റ് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫുഡ് മേടിക്കുന്നതാണ് നല്ലത്. പേഴ്സണലി സ്പീക്കിംഗ് സേലത്തെ ഫുഡ് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ട്രെയിനിൽ നിന്ന് തന്നെ ഫുഡ് മേടിക്കാൻ ഇഷ്ടപ്പെട്ടത്. ഓരോരുത്തർക്ക് ഓരോന്നിനും ഇഷ്ടമുണ്ടോ. സമയം ഇപ്പോൾ 8:29 നമ്മുടെ സ്റ്റാർട്ടറൊക്കെ ആയി കഴിഞ്ഞാൽ 8:30 നമ്മൾ ഷെഡ്യൂൾ ഡിപ്പാർച്ചർ ടൈം. ഇനി 1 മിനിറ്റും കൂടി ഉണ്ട്. സ്റ്റാർട്ടറും അഡ്വാൻസ് സ്റ്റാർട്ടറൊക്കെ പച്ചയായി കഴിഞ്ഞു. ഇപ്പോൾ കൃത്യസമയമായ 8:30 നമ്മൾ ഇവിടുന്ന് പുറപ്പെടും. സമയം കൃത്യം 8:30. നമ്മൾ സേലം ജംഗ്ഷനിൽ നിന്ന് അനങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ട്രെയിൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രൂവ്, ഇവർ ചെന്നൈയിൽ നിന്ന് കയറിയ ക്രൂവാണ്. ഇവർ ഈറോഡ് വരെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെന്നൈ മുതൽ ഈറോഡ് വരെ ഒറ്റ ക്രൂവാണ്. 4 മണിക്ക് വൈകുന്നേരം എടുത്തു കഴിഞ്ഞാൽ ഇവർ ഏകദേശം രാത്രി 9:30 ആവും ഇവർ ഈറോഡ് ഇറങ്ങാൻ. അത്രയും സ്ട്രെച്ച് സിംഗിൾ ഡ്യൂട്ടിയാണ് അവർക്ക്. ഒറ്റ സ്ട്രെച്ചിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഏകദേശം 5.5-6 മണിക്കൂറിനടുത്ത് ഡ്യൂട്ടി ഉണ്ട്. 5.5 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ സേലത്തുനിന്ന് നമ്മുടെ ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. സേലത്തുനിന്ന് പുറപ്പെടുന്നതോടുകൂടി ഞാൻ പതുക്കെ കിടക്കാൻ പോവുകയാണ്. നമുക്ക് ഏകദേശം 1:15 തൃശ്ശൂർ ഇറങ്ങണം. 1:15 നമ്മുടെ തൃശ്ശൂർ ഷെഡ്യൂൾഡ് അറൈവൽ ടൈം. ഞാൻ NTS നോക്കിയപ്പോൾ ഈ ട്രെയിൻ ഓൺ ആൻ ആവറേജ് 20 മിനിറ്റോളം ലേറ്റ് ആവാറുണ്ടെന്നാണ് കണ്ടത്. അങ്ങനെ സേലം ജംഗ്ഷൻ കഴിഞ്ഞു. നമുക്കിനി തൃശ്ശൂർ എത്തിയിട്ട് കാണാം. തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് ഞാൻ രാജ്യറാണി എക്സ്പ്രസ്സിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രാജ്യറാണി എക്സ്പ്രസ്സിനാണ് ഇനി അങ്ങോട്ട് യാത്ര തുടരുന്നത്. തൃശ്ശൂരിൽ നിന്ന് അങ്ങാടിപ്പുറത്തേക്ക് രാജ്യറാണി എക്സ്പ്രസ്സിനാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ബാക്കി വിശേഷങ്ങൾ നമുക്കിനി തൃശ്ശൂർ എത്തിയിട്ട് കാണാം. ഞാൻ തൃശ്ശൂരിലേക്കുള്ള അറൈവൽ പിടിക്കാൻ വേണ്ടി ഡോറിലേക്ക് വരുമായിരുന്നു. അപ്പോഴേക്കും വണ്ടി തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് ഓൾറെഡി കയറി കഴിഞ്ഞു.
വണ്ടി ലേറ്റായി. വണ്ടി ഞാൻ നോക്കിയപ്പോൾ വണ്ടി ഈറോഡ് കഴിഞ്ഞപ്പോൾ മുതൽ വണ്ടി ലേറ്റ്. ഈറോഡ് മുതൽ ലേറ്റായി. ഈറോഡ്, കോയമ്പത്തൂർ, പാലക്കാടൊക്കെ ആയപ്പോഴേക്കും ലേറ്റായി. ഇപ്പോൾ വണ്ടി ഏകദേശം അരമണിക്കൂറിന് മേലെ ലേറ്റാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ അങ്ങനെ നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 1:54. അപ്പോൾ വണ്ടി ഏകദേശം 40 മിനിറ്റ് ലേറ്റാണ്. 41 മിനിറ്റ് ലേറ്റാണ് വണ്ടി. നമുക്കിനി കുറച്ച് നേരം, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ നമ്മുടെ കണക്ഷൻ ട്രെയിനായ രാജറാണി എക്സ്പ്രസ് വരും. ഞാൻ സത്യം പറഞ്ഞാൽ ബസ്സിനെ ബുക്ക് ചെയ്യാനായിരുന്നു. ബസ് 1:50 ബസ്. ഭാഗ്യം ബസ്സിന് ബുക്ക് ചെയ്യുന്നത്. ബസ്സിന് ബുക്ക് ചെയ്യുന്നത് ബസ് മിസ് ചെയ്തേനെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ AC സൂപ്പർ ഫാസ്റ്റ് യാത്ര. ഞാൻ ഈ വീഡിയോ ക്ലോസ് ചെയ്യുന്നില്ല. ഞാൻ രാജറാണി എക്സ്പ്രസ്സിലോട്ട് കയറിയിട്ട് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ AC സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ വിട്ടുപോകണം. ഷോർട്ട് ട്രേക്ക് ആണെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിന് ഫുൾ ലെങ്ത് ഓടിച്ചിട്ടാണ് നിർത്തിയത്. സാധാരണഗതിയിൽ മറ്റ് സ്റ്റേഷനുകളൊക്കെ ഷോർട്ട് ട്രേക്കാണ് തന്നെ നേരത്തെ നിർത്തും. ഇത് എൻ്റെ കോച്ച് അങ്ങ് ഏറ്റവും ഫ്രണ്ടിൽ പോയി നിന്നത്. സാധാരണ അങ്ങനെ ചെയ്യാറില്ല അവർ. സാധാരണ അവർ നേരത്തെ നിർത്തും. അതാകുമ്പോൾ യാത്രക്കാർക്ക് കുറച്ച് നടന്നാൽ മതിയല്ലോ. ഇത് യാത്രക്കാരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുക അതൊക്കെ അവർ ഇവിടെ ചെയ്യും. നിൽക്കുന്നില്ല, കയറി വരുന്നേ ഉള്ളൂ. ഇതാണ് ട്രെയിൻ നമ്പർ 12695. വാക്തോറാണ്. ആരക്കോണത്തിന് 22647. ഇത് നമ്മളെക്കാട്ട് 40 മിനിറ്റ് മുമ്പ് പുറപ്പെട്ടതായിരുന്നു. ഇത് 12695 ട്രിവാൻഡ്രം സൂപ്പർ ഫാസ്റ്റ്. നമ്മുടെ വണ്ടിയെക്കാട്ട് 40 മിനിറ്റ് മുമ്പ് ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറപ്പെട്ടായിരുന്നു. ഇപ്പോൾ ഇതിനെ നമ്മൾ എവിടെ വെച്ച് ഓവർടേക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും സേലത്തിന് ശേഷമാണ് ഓവർടേക്ക് ചെയ്തത്. അങ്ങനെ ഞാൻ എൻ്റെ ട്രെയിൻ കയറാൻ പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നു. പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നു. ഇതേ പ്ലാറ്റ്ഫോം നമ്പർ 1 മലബാർ എക്സ്പ്രസ് കയറി വരുന്നു. ഈ റോഡിൻ്റെ 2299 ആണല്ലോ ഇപ്പോൾ. 2299. പാലക്കാട്ടേക്കുള്ള അമൃത എക്സ്പ്രസ് വന്നു. 22715 ആണല്ലോ ഇപ്പോൾ. പാലക്കാട്ടേക്കല്ല, മധുരയിലേക്കല്ല. പാലക്കാട് വഴി മധുരയിലേക്കുള്ള അമൃത എക്സ്പ്രസ് ആണ് ഇപ്പോൾ വന്നത്. ഇതിന് പുറകെയാണ് എൻ്റെ ട്രെയിൻ വരിക. തൃശ്ശൂർ പ്ലാറ്റ്ഫോം 2 ഇപ്പോൾ ഡിജിറ്റൽ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ടിക്കറ്റ് വന്നിരിക്കുന്നത് S1-ലാണ്. പിന്നാണ് നമ്മുടെ വണ്ടി 16349. S1 മൂന്നാമത്തെ കോച്ചാണ്. കുറച്ചുകൂടി മുന്നോട്ട് കയറി നിൽക്കാം.
അമൃത എക്സ്പ്രസ് ഇപ്പോൾ ജസ്റ്റ് വിട്ടിട്ടേ ഉള്ളൂ. അമൃത പുറത്തിറങ്ങിയോണ്ട് നമ്മുടെ വണ്ടി വരും. നമ്മുടെ വണ്ടി കൊല്ലൂരിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാണ് വേറെ മെട്രോയും കാണിക്കുന്നത്. നമുക്കന്ന് മൂന്നാമത്തെ കോച്ച് വരുന്ന സ്ഥലത്തോട്ട് കയറി നിൽക്കാം. അപ്പം നമ്മുടെ അടുത്ത വണ്ടി ഇതാ കയറി വരുന്നുണ്ട്. തിരുവനന്തപുരം നോർത്തിൽ നിന്നും നിലമ്പൂർ റോഡിലേക്ക് പോകുന്ന രാജ്യറാണി എക്സ്പ്രസ് ആണ് കയറി വരുന്നത്. സത്യം അൺറിസർവ് എടുത്ത് പോകുന്ന ദൂരമേ ഉള്ളൂ, പക്ഷേ സ്ലീപ്പറിന് റിസർവ് ചെയ്തിട്ടുണ്ട്. അരക്കോണത്തിന് 22698 ആണ് അപ്പോൾ. ഷൊർണൂർ ജംഗ്ഷൻ വഴി നിലമ്പൂർ റോഡ് വരെ പോകുന്ന രാജ്യറാണി എക്സ്പ്രസ് തുഞ്ചൂർ സ്റ്റേഷൻ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. യാത്രിयों कृपया ध्यान दीजिए. गाड़ी नंबर 1639 तिरुवनंतपुरम नॉर्थ से शोरनूर होकर निलंबूर रोड तक जाने वाली राज्यरानी एक्सप्रेस तुंचूर स्टेशन प्लेटफॉर्म नंबर 2 पर आप पहुंचे हैं. यह ट्रेन नंबर 16349 തിരുവനന്തപുരം നോർത്ത് നിലമ്പൂർ റോഡ് രാജ്യറാണി എക്സ്പ്രസ് വയ ഷൊർണൂർ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ലാസ്റ്റ് സ്ട്രെച്ചായ തൃശ്ശൂർ അങ്ങോട്ട് പോകും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ചെന്നൈയിൽ നിന്ന് തൃശ്ശൂരെത്തി. തൃശ്ശൂരിൽ നിന്ന് ലാസ്റ്റ് സ്ട്രെച്ചായ രാജ്യറാണി എക്സ്പ്രസ്സിന് കയറി അങ്ങാടിപ്പുറത്തേക്ക് പോകണം. അപ്പോൾ നിങ്ങൾ ഈ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൂപ്പർ താങ്ക്സ്, മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സ് വഴി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസിന് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പം നമുക്കിന്ന് മറ്റൊരു അടിപൊളി പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം. ബൈ.